നമസ്കാരം സുഹൃത്തുക്കളെ. ടാറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ തരുന്നതായിരിക്കും. ഇന്നത്തെ വായനയുടെ തലക്കെട്ടെന്ന് പറയുന്നത് ഫോട്ടോ അട്രാക്ഷൻ ടെക്നിക്കാണ്. ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു സ്പിരിച്വൽ പരമായിട്ടുള്ള പ്രണയത്തെ സൂചിപ്പിക്കുന്ന ഈ ഒരു ചിത്രം നിങ്ങൾ നല്ല രീതിയിൽ കണ്ണുകൊണ്ട് നോക്കുക, അത് മനസ്സിലേക്ക് ഏറ്റെടുക്കുക, മനസ്സിൽ പതിയുന്നതായിട്ട് സങ്കല്പിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അവർ നിങ്ങളെ നോക്കി സന്തോഷത്തോടെ നോക്കിച്ചിരിക്കുന്നതായിട്ടോ നിങ്ങൾ രണ്ടുപേരും വളരെ സന്തോഷകരമായിട്ടുള്ള സാഹചര്യത്തിലിരിക്കുന്നതായിട്ടോ സങ്കല്പിക്കുക. അതിനുശേഷം ഈ ഒരു വായന തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക. ഇതിൽ കാണിക്കുന്ന ചിത്രം എന്ന് പറയുന്നത് വളരെയധികം സ്പിരിച്വൽ പരമായിട്ടുള്ള കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ചിത്രമാണ്. ഒരു മാനിഫെസ്റ്റേഷൻ പരമായിട്ടുള്ള ഒരു ചിത്രം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ മനസ്സിലേക്ക് ആഴത്തിൽ പതിപ്പിക്കുക. വളരെ ഗൗരവത്തോടു കൂടി തന്നെ നിങ്ങളിത് കാണുവാനായി ശ്രമിക്കുക. ഈ റീഡിങ്ങിൽ കേൾക്കുന്ന ഓരോ പോസിറ്റീവ് കാര്യങ്ങളും മനസ്സിലേക്ക് ഏറ്റെടുക്കുവാനായി നോക്കുക. അതുപോലെ തന്നെ ഈ വ്യക്തി നിങ്ങളോട് പല തെറ്റുകൾക്കും ക്ഷമാപണം പറയുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ വ്യക്തി ഇപ്പോൾ ഒരു റെസ്റ്റിംഗ് എനർജിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള മാറ്റങ്ങളും സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. എല്ലാവരും ഈ ഒരു ചിത്രം മനസ്സിൽ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വ്യക്തിയെയും മനസ്സിൽ സത്യസന്ധമായിട്ടുള്ള രീതിയിൽ മനസ്സിൽ ധ്യാനിച്ചു എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ചിത്രം മാറ്റുകയാണ്. നമുക്കപ്പോൾ വായനയിലേക്ക് പോകാം. ഇവിടെ ഈ വ്യക്തിക്ക് മറ്റുള്ളവരോടുള്ള ഒരു സമീപനം എന്ന് പറയുന്നത് ഒരു ഫൈറ്റിംഗ് എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. അതായത് മറ്റുള്ളവരായിട്ട് പൊരുതിക്കൊണ്ടിരിക്കുന്ന സാഹചര്യവും അതേസമയം നിങ്ങളോട് ഒരു ക്ഷമാപണം നടത്തുവാനുള്ള ഒരു സമീപനവുമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ രണ്ട് എനർജിയിലാണ് ഈ വ്യക്തി ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇത് തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് വന്നിരിക്കുന്ന ഏറ്റവും വലിയ പോസിറ്റീവായിട്ടുള്ള മാറ്റം തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ കമിതാക്കളായിരിക്കാം, ഭാര്യ ഭർത്തൃ ബന്ധമായിരിക്കാം. നിങ്ങൾ സമാധാനത്തോടു കൂടി ജീവിച്ചിരുന്ന സമയത്ത് അവിടെ തേർഡ് പാർട്ടി ശക്തമായി വരികയും നിങ്ങളെ പുറംതള്ളിക്കളയുകയും വളരെ തന്ത്രത്തോടു കൂടി അവിടെ തേർഡ് പാർട്ടിയുടെ സാന്നിധ്യം കെട്ടുറപ്പിക്കുകയും ചെയ്ത ഒരു സാഹചര്യം കാണിക്കുന്നുണ്ട്. പക്ഷെ അന്ന് നിങ്ങളെ മനസ്സിലാക്കാനോ നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കാനോ ഈ വ്യക്തി തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് പരിതാപകരമായ കാര്യമെന്ന് പറയുന്നത്. പക്ഷെ ഇന്ന് ഈ വ്യക്തിക്ക് വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് സ്നേഹസംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ സത്യസന്ധമായിട്ടുള്ള സ്നേഹം ആരിൽ നിന്നുമാണ് വരുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു അവലോകനം അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു സത്യമായിട്ടുള്ള ഫീലിങ്സ്, യാഥാർത്ഥ്യങ്ങൾ പലതും ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് അല്ലെങ്കിൽ മനസ്സിലാക്കി വരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു ബന്ധത്തിൽ അത് ഭാര്യ ഭർത്തൃ ബന്ധമാകാം അല്ലെങ്കിൽ ലവേഴ്സ് ആകാം, ഏതൊരു സാഹചര്യമാണെങ്കിൽ പോലും നിങ്ങൾ രണ്ടുപേരും അകന്നു പോകാനുണ്ടായ കാരണം എന്താണോ ആ കാരണത്തിന് കാരണക്കാരായ വ്യക്തികൾ ആരൊക്കെയാണോ അവരെയൊക്കെ ഇപ്പോൾ ഓരോന്നായി ഈ വ്യക്തി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്
നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജീവിതത്തിന് ഇപ്പോഴാണ് ഈ വ്യക്തിക്ക് ഏതൊക്കെയോ സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ഏതൊക്കെയോ കാര്യങ്ങളിൽ ഏതൊക്കെയോ വ്യക്തികളിൽ നടന്നു പോയിട്ടുള്ള പല സംഭവത്തിലും ഈ വ്യക്തിക്ക് അതിൻ്റെ പൊരുൾ അല്ലെങ്കിൽ സത്യമായിട്ടുള്ള കാര്യങ്ങൾ ഈ വ്യക്തി മനസ്സിലാക്കി വരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാനായി പറ്റുന്നത്. അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വിജയകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കി തേർഡ് പാർട്ടിയുമായി ഈ വ്യക്തി ഒരു യുദ്ധത്തിന് ഒരുങ്ങുന്നത് പോലെ അല്ലെങ്കിൽ പൊരുതാൻ ഒരുങ്ങി നിൽക്കുന്നത് പോലെ ഈ വ്യക്തി വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു സാഹചര്യത്തിലേക്ക് ആ ഒരു സ്റ്റേജിലേക്ക് ഈ വ്യക്തി ചെന്നെത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ തന്നെ കഴിവ് തന്നെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ നല്ല സമയം തെളിഞ്ഞിരിക്കുന്നു എന്നുള്ളതിനെയും കൂടെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ തുടക്കം എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്കിടയിൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കുറച്ച് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഈ വ്യക്തി ഇപ്പോൾ ഡ്യുവൽ പേഴ്സണാലിറ്റിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു വശം ഈ വ്യക്തി ഒരു എംപറർ എനർജിയിൽ ഇരിക്കുന്നുണ്ട്, കുറച്ച് അഹങ്കാരമൊക്കെ ആയ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി, ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു വ്യക്തി. എന്നാൽ മറുവശം ഈ വ്യക്തി സ്നേഹിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു പേഴ്സണെ ആയിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് രണ്ട് പേഴ്സണാലിറ്റിയിലൂടെയാണ് ഈ വ്യക്തി ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് തുടക്കത്തിലേ പറഞ്ഞത്, നിങ്ങളോട് ഒരു സോറി പറയേണ്ട ആ ഒരു എനർജിയിലും സോറി പറഞ്ഞ് ഒരു പുതിയ തുടക്കം തുടങ്ങണം എന്നുള്ള മനോഭാവത്തിലും, എന്നാൽ അതേ സമയം തന്നെ തേർഡ് പാർട്ടിയോടാണെങ്കിൽ അതിശക്തമായി തേർഡ് പാർട്ടിയായിട്ട് തിരിഞ്ഞടിക്കാനുള്ള അല്ലെങ്കിൽ അവർക്കെതിരെ ആയുധങ്ങൾ തയ്യാറാക്കുന്ന ആ ഒരു എനർജിയിലാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത്. അപ്പോൾ ഹീറോയും ആവുന്നുണ്ട്, അതേപോലെ തന്നെ വില്ലൻ ക്യാരക്ടറിലേക്കും ഈ വ്യക്തി വരുന്നുണ്ട്. പക്ഷേ ഈ വ്യക്തിക്ക് മാനസിക പിരിമുറുക്കങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ നിങ്ങൾക്കിടയിൽ സെപ്പറേഷൻ പീരീഡുകൾ ഉണ്ടായപ്പോൾ മുതൽ തൊട്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും വേർപിരിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരും രണ്ട് വഴിക്ക് സഞ്ചരിച്ചു പോയ വ്യക്തികളാണ്. തന്നിഷ്ടപ്രകാരം, സ്വന്തം ഇഷ്ടപ്രകാരം പല കാര്യങ്ങളും കാണിച്ച് ഇഷ്ടം പോലെ അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരം തോന്നിയതുപോലെ ജീവിച്ച ഒരു സാഹചര്യവുമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളാണെങ്കിൽ പോലും ഈ വ്യക്തിയുടെ സാന്നിധ്യം ഇല്ലാതായപ്പോൾ നിങ്ങൾക്കും എന്തെന്നില്ലാത്ത ഒരു വാശിയും ദേഷ്യവും വൈരാഗ്യവും നിങ്ങളുടെ മനസ്സിൽ ഉദിച്ചുയർന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ വ്യക്തിയുടെ സാഹചര്യമാണെങ്കിൽ പോലും നടന്നു പോയിട്ടുള്ള പല സംഭവങ്ങളുടെയും കൃത്യമായിട്ടുള്ള സത്യം അറിയാത്തത് കൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ മനസ്സിലും പലതരത്തിലുള്ള ഒരു പക അല്ലെങ്കിൽ ദേഷ്യം, വാശി, ആ ഒരു രീതിയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു ടവർ മൂവ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു വളരെയധികം ഭീമാൽക്കാരമായിട്ടുള്ള ആ ഒരു അവസ്ഥ, ആ അവസ്ഥയിൽ നിന്നും വളരെയധികം മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ യൂണിവേഴ്സിന്റെ സന്ദേശം വ്യക്തമാക്കുന്നത്. കാരണം ഇപ്പോൾ ഈ വ്യക്തി ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, വെറുതെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടോ അകന്നു മാറിയിട്ടോ തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ട് തമ്മിത്തല്ലിയിട്ടോ കാര്യമില്ല എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് ഈ വ്യക്തി എത്തിച്ചേർന്നിട്ടുണ്ട്. പലവരുടെയും പേഴ്സൺസ് എത്തിച്ചേർന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ വേറെ പലവരുടെയും വ്യക്തികളുടെ ഇനിയും തിരിച്ചറിയാനുണ്ട്, സാഹചര്യങ്ങൾ ഇനിയും തിരിച്ചറിയാനുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷെ തീർച്ചയായിട്ടും ഇവിടെ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ വ്യക്തിക്ക് വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് വളരെ പോസിറ്റീവാണ്. കാരണം വിവാഹത്തെയും നല്ലൊരു ദാമ്പത്യ ജീവിതത്തെയും ആത്മമിത്രത്തെയും സൂചിപ്പിക്കുന്ന സന്ദേശങ്ങളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ രണ്ടുപേരുടെ മനസ്സ് നല്ല രീതിയിൽ മുറിഞ്ഞ് വ്രണപ്പെട്ടിട്ടുണ്ട്.
അതായത് മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഉണ്ടായിട്ടുണ്ട്. പല വ്യക്തികളിൽ നിന്നും ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തേർഡ് പാർട്ടിയുടെ അതിശക്തമായിട്ടുള്ള സാന്നിധ്യം കാരണവും ഒക്കെയും നിങ്ങൾ രണ്ടുപേരും നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നുമൊക്കെ ഓവർകം ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഓവർകം ചെയ്യേണ്ട സമയമായി എന്നുള്ളതിനെയും കൂടി സൂചിപ്പിക്കുന്ന സന്ദേശങ്ങളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും കല്യാണത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഒന്നിക്കണം എന്നുള്ള രീതിയിൽ, വിവാഹിതരാണ്, വേർപിരിഞ്ഞിരിക്കുകയാണ്, ഒന്നിക്കണം എന്നുള്ള രീതിയിൽ നിൽക്കുന്നവർക്കും ഒക്കെ നല്ല രീതിയിലുള്ള ഒരു വിശ്വാസം അല്ലെങ്കിൽ പ്രതീക്ഷ അർപ്പിക്കാകുന്ന തരത്തിലുള്ള സന്ദേശങ്ങളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും നാള് നിങ്ങൾക്ക് രണ്ടു പേർക്കും മാനസിക മുറിവുകൾ ഉണ്ടായി, മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായി, ഒരുപാട് വിഷമിച്ചു, സ്ട്രഗിൾ ചെയ്തു. പക്ഷെ അതെല്ലാം അവസാനിക്കാൻ പോകുന്നതായിട്ടുള്ള, അതിനുശേഷം ഒരു വെളിച്ചമുദിക്കുന്നതായിട്ടുള്ള ഒരു രീതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വ്യക്തിക്കാണെങ്കിലും നിങ്ങളുടെ സാന്നിധ്യം വേണം, നിങ്ങൾക്കാണെങ്കിലും ഈ വ്യക്തിയുടെ സാന്നിധ്യം തന്നെ വേണം എന്നുള്ള തിരിച്ചറിവും നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ബ്ലോക്കിംഗ് സിറ്റുവേഷൻ ഒക്കെ ആണെങ്കിൽ ബ്ലോക്ക് മാറ്റാനും, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇവരുടെ മെസ്സേജ് വരാനും കോളുകൾ വരാനും ഒക്കെയുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. ഇത് പോസിറ്റീവായിട്ട് ക്ലെയിം ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.